ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇവരെൻ്റെ കാല് പിടിക്കുകയാണെന്ന്. എൻ്റെ കാല് പിടിക്കുകയെന്നെല്ലാം എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ടും കുനിയാൻ പറ്റാത്തതുകൊണ്ടും ഒക്കെ എനിക്ക് ഷൂ ഇട്ടിരുന്നതാണ്. അപ്പം ഇത് ഇന്നലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ രാവിലെ കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. ഇതെൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള കായലാട്ടോ. നല്ല രസമാണ്. നമ്മളെ വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റപാട് കാണുന്നത് ഈ ഒരു വെള്ളവും അതേപോലെ തന്നെ ഇതേപോലെയുള്ള കൊക്കുകളൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത്. പിന്നെ നമ്മൾ ഇന്നലെ പുതിയ ബൈപ്പാസ് റോഡിലൂടെ കൂടെ കയറി മാഹി ബൈപ്പാസ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൂടെയാണ് കോഴിക്കോട് പോകുന്നത്. ആസ്റ്റർ മിംസിലേക്ക് പോവുകയാണ്. എനിക്ക് നമ്മൾ ആ ഒരു ബൈപ്പാസ് റോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്കായി. അങ്ങനെ ഇത് ബേബി ഹോസ്പിറ്റലാണ്. ഈ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഒരുപാട് നല്ലതും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് വേറൊരു വീഡിയോ പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്താറായി. ഹോസ്പിറ്റലിലൊക്കെ പോയി. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നത് എനിക്ക് നെർവ് ബ്ലോക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പെയിൻ മെഡിസിൻ ക്ലിനിക്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. അവിടെ എത്തിയ സമയത്ത് അവർ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് എന്താ പറയുക സൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇതാണ് പ്രൊസീജിയർ ചെയ്യുന്ന റൂം കേട്ടോ. എല്ലാവർക്കും സുഖമാണല്ലോ. റംസാനൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ ഒരു ചെറിയ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ത്രോട്ടിൽ ചെറിയ ഇൻഫെക്ഷൻ വന്നിട്ട് ആകെ ബുദ്ധിമുട്ടിലായിപ്പോയി. പിന്നെ ഓരോ ദിവസവും ഓരോ അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഹോസ്പിറ്റലിലൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ ഇടാനോ പറ്റുന്നൊരു മാനസികാവസ്ഥയിലേ അല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മലബാർ ക്യാൻസർ സെൻ്ററിലും അതേപോലെ തന്നെ ആസ്റ്റർ മിംസ് കോഴിക്കോടിലാണ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം അവിടെ ഈ പെയിൻ മെഡിസിൻ്റെ ക്ലിനിക്കിലാണ് ഇപ്പോൾ മെയിനായിട്ട് അവർ നോക്കുന്നത്. മീൻസ് മാക്സിമം പെയിൻ എങ്ങനെ കുറയ്ക്കാം എന്നാണ് ഇപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് നോക്കുന്നത്. അപ്പം നിലവിലിപ്പം എൻ്റെ സ്പൈനൽ കോഡും അതേപോലെ തന്നെ ആ ഭാഗത്തുള്ള നരമ്പുകളൊക്കെ ചെറിയ ഇഞ്ചുറി വന്നിട്ട് എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടി ആ ബുദ്ധിമുട്ട് കൂടി. ഇടയ്ക്ക് ഞാൻ വോക്കറൊന്നും യൂസ് ചെയ്യാണ്ട് ചെറുതായിട്ടൊക്കെ നടക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും എനിക്കൊരു ബാലൻസ് കിട്ടുന്നില്ല. അപ്പോൾ വോക്കറിൽ തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഇന്നലെയാണ് എനിക്ക് നെർവ് ബ്ലോക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ത്രോട്ടിൽ ടോൺസിലിറ്റീസ് ഇൻഫെക്ഷൻ ആയി എന്നുള്ളത്. അപ്പം അതെങ്ങനെയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കോഴിക്കോടിലെ ഡോക്ടർ പറഞ്ഞു നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാൻ പാടില്ല ഈ ഒരു നെർവ് ബ്ലോക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അത് മാത്രമല്ല എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പം തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് വരെ പോകാൻ ഇപ്പോഴത്തെ റോഡും കാര്യങ്ങളൊക്കെ വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അടുത്ത് എവിടെയെങ്കിലും താമസിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറേ വീടും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നമ്മൾ ആ ടൈമിലായിരുന്നു വെല്ലൂർ പോകേണ്ട ഒരു കാര്യം വന്നത്. അങ്ങനെ പിന്നെ വെല്ലൂർ പോയി. അപ്പോൾ നമുക്ക് കറക്റ്റ് കോഴിക്കോടുള്ള അധികം സ്ഥലങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് കോഴിക്കോട് കുറേ നോക്കി. പക്ഷേ ഭയങ്കര ഓവർ റെൻ്റൊക്കെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ കൊയിലാണ്ടി ഒരു വീടെടുത്തു. അപ്പം അവിടെ വീടെടുത്ത സമയത്ത് അവിടുത്തെ വെള്ളം നമ്മളൊരു ദിവസം അവിടെ താമസിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ താമസിച്ച സമയത്ത് ഞാൻ അവിടെ വെള്ളം കുടിച്ച് മോർണിംഗ് ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല ഫീവറും അതുപോലെ എൻ്റെ തൊണ്ടൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മുഴ പോലെ വന്നു. പിന്നെ എനിക്ക് ഭയങ്കര പെയിനും. അങ്ങനെ പിന്നെ നമ്മളവിടെ പോയി. കോഴിക്കോട് പോയപ്പം ഡോക്ടർ പറഞ്ഞു ടോൺസിലിറ്റീസ് ഇൻഫെക്ഷനാണ്, ഭയങ്കരമായിട്ട് കൂടുതലായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഒരു ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെ ഇൻഫെക്ഷൻ വരുമോ എന്ന് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു സാധാരണ അസുഖങ്ങളൊന്നുമല്ലല്ലോ ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് കൊണ്ട് അത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്തില്ല. പിന്നീടാണ് മനസ്സിലായത് ആ വീട്ടിൽ വെള്ളം മറ്റേ കുഴൽക്കിണറിൻ്റെ വെള്ളമായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യാണ്ട് വെച്ചിട്ട് തുരുമ്പായിരുന്നു. അപ്പോൾ ഞാൻ കുടിക്കുന്ന സമയത്ത് എനിക്ക് തുരുമ്പ് പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ വെള്ളം ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിയപ്പം രാവിലെ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ തുരുമ്പ് ഇറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം വേറെ എന്തോ പറഞ്ഞു അതിന് പേര്, തുരുമ്പല്ല വേറെ എന്തോ ഒരു പേര് പറഞ്ഞു, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് കുടിച്ചിട്ടാണ് എനിക്ക് ടോൺസിലൈറ്റീസിന് ഇൻഫെക്ഷൻ വന്നത്. എനിക്ക് ഇതുവരെ ടോൺസിലൈറ്റീസ് വന്നിട്ടുണ്ടായില്ല. അങ്ങനെ പിന്നെ ഭയങ്കര ഇൻഫെക്ഷനായി, കുറയുന്നില്ല, പിന്നെയും 2 സൈഡിലും ആയി. പിന്നെ ഫീവർ മാറുന്നില്ല. കോഴിക്കോട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമാണ്, കാരണം ഇഞ്ചക്ഷൻ ചെയ്യണം എന്നാലേ കുറയുള്ളൂ, ആൻറ്റിബയോട്ടിക്സ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് മക്കൾ വരുന്നത്. പിന്നെ അന്നായിരുന്നു റമദാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് ആ വീട്ടിൽ നിന്നിട്ട് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയി, കാരണം ഒറ്റപ്പെട്ടൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ തലശ്ശേരിയിലോട്ട് തന്നെ വന്ന് അവരുടെ അടുത്ത് ഓണറുടെ അടുത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് പറ്റുന്നില്ല,
എനിക്ക് തീരെ ആവുന്നില്ല. മീൻസ് എനിക്ക് എന്തോ ഭയങ്കര നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു അവിടെ, എന്താണെന്നറിയില്ല. അങ്ങനെ അവിടുന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് തന്നെ ആയി. ഇപ്പം എന്നിട്ട് കോഴിക്കോട് ഒരു വീട് കിട്ടിയിട്ടുണ്ട്, അപ്പാർട്ട്മെൻറ്റാണ്. അപ്പം നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ല അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം എനിക്ക് ഇഞ്ചെക്ഷൻസ് കാര്യങ്ങളൊക്കെ അടിക്കുന്നതുകൊണ്ട് ട്രാവലിങ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഫണ്ട് റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അബ്ഡോമൻ്റെ സർജറി ഉണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നത്. പിന്നെ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മന്ത്ലി 27 lakhs ഇഞ്ചക്ഷന്. അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്മിറ്റിയൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൻ്റെ അവിടെയുള്ള കൗൺസിലറും പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു കമ്മിറ്റി കൂടിയിട്ടുണ്ട്. നമ്മളിവിടുത്തെ MLA പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവർ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് 3 ലക്ഷം രൂപ എങ്ങാനും ഇത് ധനസഹായം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അവരും നമ്മൾ മുമ്പ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അമർഷ എന്ന് പറയുന്ന അവർ. അപ്പോൾ അവരെ വിളിച്ചിട്ട് ഇതേപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനൊക്കെ അവരുടെ അടുത്ത് MLA സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പം നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പം കാലിക്കട്ടയൊക്കെ ഇനിയിപ്പം ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് അന്ന് തൊട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഈ ഒരു ഇഞ്ചക്ഷൻ അടിക്കണം എന്നുള്ളത്. അപ്പം ആ ഇഞ്ചക്ഷൻ അടിക്കാൻ പറ്റിയിട്ടില്ല. ഇൻഫെക്ഷനുള്ള സമയത്ത് ആ ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളിടത്തും കൂടെ ചിലപ്പോൾ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ടായിട്ടില്ലേനു. അങ്ങനെ പിന്നെ ഇന്നലെയാണ് ഫസ്റ്റ് ഇഞ്ചക്ഷൻ അടിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു നോർമൽ ചെറിയ ഇഞ്ചക്ഷനൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ നമ്മളവിടെ അനസ്തീഷ്യ ഒക്കെ തന്നു, ധരിപ്പിച്ചു. പിന്നെ USG വിത്ത് നെർവ് ബ്ലോക്കാണ് ചെയ്തത്. USG ഗൈഡഡ് നെർവ് ബ്ലോക്ക് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ അനസ്തീഷ്യ ഒക്കെ തന്നു, ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. അപ്പം ഇഞ്ചക്ഷൻ ചെയ്യുന്ന മുമ്പ് ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ സ്കാനിങ്ങിൻ്റെ സംഭവം വെച്ച് നോക്കിയപ്പം പറഞ്ഞു നമ്മൾ ആ എൻ്റെ വയറിൻ്റെ എല്ലിൻ്റെ ഭാഗത്തൂടെ പോകുന്ന ഞരമ്പിലാണ് ഇഞ്ചുറി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇഞ്ചക്ഷനിൽ അത് പെയിൻ മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സർജറി ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പം നമ്മൾ ഫണ്ട് റെഡി ആവാത്തതുകൊണ്ടുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. പിന്നെ ബാക്കി എല്ലാ റിസ്ക്കും കൂടി ചെയ്യാം എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പോന്ന്. പിന്നെ ഇന്നലെ ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ അടിച്ച് എൻ്റെ അടുത്ത് ഓൾറെഡി ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രാവലിംഗ് ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്തു, എന്നിട്ടാണ് ഇഞ്ചക്ഷൻ അടിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു വീട്ടിൽ നിന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെയില്ല. അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം പിന്നെ എൻ്റെ കൂടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടത്തിലായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടത്തേക്ക് മാറിയിട്ടില്ല. അപ്പോൾ ഡോക്ടറെ അടുത്ത് നമ്മൾ തലശ്ശേരിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു ചെറിയൊരു ഇഞ്ചക്ഷൻ ആണല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞത് വളരെ ചെറിയ സൂചി കൊണ്ട് മാത്രമേ ചെയ്യുള്ളൂ എന്ന്. അപ്പം ഡോക്ടർ ഉദ്ദേശിച്ചത് അനസ്തീഷ്യ ചെറിയ സൂചി കൊണ്ട് മാത്രമേ തരുള്ളൂ എന്നായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് അത് ചെയ്തതിൻ്റെ ശേഷം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പെയിൻ വന്നു. കാരണം ട്രാവൽ ചെയ്തു. പിന്നെ ആ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ കുറേ ടൈം ഇരിക്കുന്ന സമയത്ത് ഒന്നാമത് ആ ഒരു ഭാഗത്ത് ഭയങ്കര പെയിനാണല്ലോ, ഭയങ്കര സെൻസിറ്റീവ് ഏരിയ അല്ലേ. അപ്പോൾ ഭയങ്കര പെയിനൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ 3-4 ദിവസം ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെഡ് റെസ്റ്റ് പറഞ്ഞാണെങ്കിലും ഞാൻ പതിയെ ഇങ്ങനെ വാക്കറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം കാരണം എനിക്ക് ഭയങ്കര വിഷമമുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് റമദാൻ മാസമായിട്ട് നോർമലി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ നോമ്പിനൊക്കെ ജോലികളൊക്കെ ചെയ്ത് നമ്മൾ ഈ നോമ്പിന് അറിയാലോ എല്ലാ വീട്ടിലും എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കാനും ആക്കാനൊക്കെ ചെയ്ത് നടന്നായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് കൂടുതലായിട്ട് ആരെയും എന്താ പറയുക എല്ലാവർക്കും നല്ലപോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇക്കാൻ്റെ അനിയനും തന്നെയാണ് കംപ്ലീറ്റ് കാര്യങ്ങളും കെയർ ചെയ്യുന്നത്. മക്കളെ കെയർ ചെയ്യുന്നത്, എന്നെ കെയർ ചെയ്യുന്നത്, വീട്ടിലെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത്. അപ്പം ഇന്ന് അനിയൻ 2 ദിവസം മുമ്പ് നാട്ടിലേക്ക് പോയി. അവിടെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ അതുവരെ എനിക്ക് കുറച്ച് എന്താ പറയുക അവനുള്ള സമയത്ത്
അവനുള്ള സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മെൻ്റലി ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടോ നമുക്ക് മൈൻഡിൽ അസുഖമാണെന്നോ അല്ലെങ്കിൽ എനിക്കിത് പറ്റുന്നില്ലല്ലോ, അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മൈൻഡിൽ വരുമല്ലോ. അത്രയ്ക്കും നല്ല രീതിയിൽ ഇങ്ങനെ നമ്മളെ ഹാപ്പിയാക്കി കൊണ്ടുപോകും. അപ്പോൾ പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകെ ഒച്ചപ്പാടൊന്നും ഇല്ലാത്തൊരു ഇതായി. അനിയത്തി വീട്ടിൽ വന്നു. അനിയത്തി തകൻ്റെ വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ അവൾക്ക് 10th ആണ്, SSLCയിലെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വന്ന് അപ്പം നമ്മളിങ്ങനെ നോമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ ഇപ്പം കുറേ ദിവസമായിട്ട് മര്യാദയ്ക്ക് നോക്കാറില്ല. കാരണം ഭയങ്കര ടയേർഡാണ്. ഇന്ന് ശരിക്കും എനിക്ക് കുറച്ച് ഉഷാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നലൊക്കെ 2-3 ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് നമുക്ക് മീൻസ് ഒരു പരിചയമില്ലാത്ത വെറും ഈ ഒരു യൂട്യൂബിൽ കണ്ടിട്ട് നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെട്ട് നമ്മൾക്ക് വേണ്ടി എത്രത്തോളം ദുആ ചെയ്യുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റത്തെ റവന്യൂ കിട്ടി. 9,000 ആണ് എനിക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടിയത് യൂട്യൂബിൽ. പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് പൈസ ഒക്കെ വരുന്നത്. അപ്പം യൂട്യൂബിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 21st to 26th ഉള്ളിലാണ് നമുക്ക് പേയ്മെൻറ്റ് നമ്മളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റായിട്ടാണ് ഈ റവന്യൂ കിട്ടിയത്. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ ഇപ്പം കുറേ ദിവസമായിട്ടൊരു ബ്രേക്ക് എടുത്തുകൊണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ ശരിക്കും എല്ലാം ഇങ്ങനെ പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ കുറേ ആയിട്ട് അധികം സംസാരം വളരെ കുറവാണ്. അപ്പോൾ സംസാരം വളരെ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോൾ ഒന്നും എൻ്റെ മൈൻഡിൽ കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നാമത് എന്താ പറയുക, മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. കാരണം എനിക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ഡിഫിക്കൽട്ടാവുന്നു. പക്ഷെ എന്നാലും അൽഹംദുലില്ലാഹ് ഞാൻ ഹാപ്പിയാണ്. ഒരുപാട് ആൾക്കാരെ ലൈഫും കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും പിന്നെ ഒരുപാട് അസുഖം ബാധിച്ച് ഒരുപാട് കഷ്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ റമദാൻ മുബാരക്. എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.